ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു പാർട്ട്ണർഷിപ്പ് വ്യവസ്ഥയിൽ നോക്കാം. ഇതിപ്പോ നമ്മള് ജൈവ പച്ചക്കൃഷി എന്ന് പറയുമ്പോഴേ അതിന്റെ വളം വാങ്ങല്, അതിന്റെ നിലൊരുക്കല്, ഇങ്ങനെ ഒരുപാട് ചെലവ് അതിന് എന്തായാലും വരും. വരും. ഈ ചെലവൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുമോ സത്യശീല? അത് പറ്റും. അതാണല്ലോ ബിസിനസിന്റെ ട്രിക്ക്. എന്താ ട്രിക്ക് ഇങ്ങോട്ട് പറയ്. എടുത്ത വിളവുകളെല്ലാം നമ്മള് ഒരു ഭാഗത്ത് കൂട്ടി വെക്കുന്നു. എന്നിട്ട് നമ്മൾ നേരെ തമിഴ്നാട്ടിലോട്ട് പോകും. അല്ല, ഈ പച്ചക്കറി ഇപ്പൊ തമിഴ്നാട്ടിലെ കച്ചവടം ചെയ്യുന്നത്? ഈ പച്ചക്കറി തമിഴ്നാട്ടിൽ കൊണ്ടുപോയിട്ടല്ല കച്ചവടം ചെയ്യുന്നത്. ഇതാണ് നിങ്ങൾക്ക് ബിസിനസിനെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല. ഇതാണ് നിങ്ങൾ പൊളിഞ്ഞു പോയത്. അല്ല, നിങ്ങളല്ല ഇപ്പൊ പറഞ്ഞ തമിഴ്നാട്ടിലേക്ക് പോകുകയെന്ന്, അതുകൊണ്ടല്ലേ ചോദിച്ചേ. നമ്മൾ നേരെ തമിഴ്നാട്ടിലോട്ട് പോകും. എന്നിട്ട് അവിടെ ചെന്ന് അവിടെ പച്ചക്കറി ബിസിനസ് എല്ലാം ചെയ്യുന്ന ആളുകളുമായി നമ്മളൊരു ടൈപ്പ് ഉണ്ടാക്കും. അവര് കേരളത്തിന് വേണ്ടി പ്രത്യേകം വിഷമടിച്ച് നല്ല മുഴുമുഴുത്ത പച്ചക്കറികൾ നമുക്ക് ഉണ്ടാക്കി തരും തുച്ഛമായ വിലക്ക്. നമ്മളത് ലോറികളിൽ കയറ്റി നേരെ വാളയാർ ചെക്ക് പോസ്റ്റും കടന്ന് നമ്മുടെ പച്ചക്കറികളിൽ കൊണ്ടിടും. എന്നിട്ട് അത് കൂട്ടിക്കുഴയ്ക്കും. എന്നിട്ട് നമ്മൾ ഈ പച്ചക്കറികൾ ജൈവ പച്ചക്കറി എന്നും പറഞ്ഞ് വിൽപ്പന നടത്തും. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? അല്ല, അത് അത്ര സുഖമുള്ള ഐഡിയ ആണോ? ഇങ്ങനെ ബസം കലക്കിയത് ഇപ്പൊ നമ്മൾ തന്നെ തിന്നേണ്ടി വരൂലേ? നമുക്ക് നല്ല പച്ചക്കറി തിന്നാ. നമ്മളെ അടിക്കുന്നവരെ നമ്മൾ വിഷടിക്കുന്നില്ലല്ലോ. ഇതാണ് ഐഡിയ. സാറേ, നമുക്ക് ഈ ബിസിനസിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. 5 ലക്ഷം രൂപ നിങ്ങൾ ഇടുക. ബാക്കി എന്റെ 5 ലക്ഷം രൂപയുണ്ടല്ലോ, അത് നിങ്ങൾ ഇടുക. അതെന്താണ് അങ്ങനെ ഒരു ഏർപ്പാട്? 50-50 എന്ന് പറഞ്ഞില്ലേ നിങ്ങളോട്? പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ 5 ലക്ഷം റുപ്യ ഞാൻ എടുക്കും, 5 ലക്ഷം റുപ്യ നിങ്ങൾ എടുക്കണ്ടേ? 5 ലക്ഷം രൂപ എന്റെ 5 ലക്ഷം രൂപയെ കൂടെ നിങ്ങൾ എടുക്കണം. അതെങ്ങനെ? എന്റേതല്ലേ ബുദ്ധി. അപ്പൊ നിങ്ങളെ 5 ലക്ഷത്തിന് നിങ്ങളെ ബുദ്ധി എടുക്കണേ? പിന്നെ ഞാൻ ഇവിടെ കേരളവും തമിഴ്നാടും തമ്മിൽ ടൈപ്പ് ഉണ്ടാക്കണ്ടേ? അതിനുവേണ്ടി പേപ്പർ വർക്കുകൾ നടത്തണ്ടേ? അപ്പൊ ചുരുക്കത്തിൽ ഇപ്പൊ 10 ലക്ഷം റുപ്യ ഞാൻ തന്നെ ഇറക്കണോ? അതെ, നിങ്ങൾ ബുദ്ധി എന്റെ പൈസ ചെയ്യാം. ഇല്ലെങ്കിൽ ഞാൻ വേറെ ആളെ. അത് വേണ്ട, നമുക്ക് ചെയ്യാം. അതാണ്. വന്നു അസിസ്റ്റന്റ് കൃഷി ഓഫീസർ. എന്തായി സാറേ? സാറ് പറഞ്ഞ ഒരു എന്താണ് മന്മഥൻ ഒന്നും നടന്നു കാണില്ല, എനിക്കറിയാം. വലിയ താല്പര്യം. ആണോ? ആളെന്നെ അറിയക്കാരനാണല്ലോ. അതെ. പിന്നെ ഭാര്യ ഭയങ്കര ഭ്രാന്ത്. ആണോ? അവര് പറയണത് എന്താ വെച്ചാൽ അവര് ജൈവ കൃഷി മതി ഇനി ജീവിതത്തിൽ എന്നുള്ള നിലക്കൊക്കെ പറയണത്. അപ്പൊ ഞാൻ പറഞ്ഞു വേണമെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു നല്ല കൃഷി നമ്മുടെ സാറങ്ങോട് പറഞ്ഞു തരും, വേണമെങ്കിൽ ആവുന്നു വന്ന് കേട്ടോളി എന്ന് പറഞ്ഞിട്ടുണ്ട്. ജൈവ അത് വേറെ ജൈവം, ഇത് വേറെ ജൈവം. ദൈവത്തിന്റെ ഒരു കളി തന്നെ. അല്ല, ഇത് നമ്മളെ ഒരു സുഹൃത്താ. ഒരുപാട് ബിസിനസ് ഒക്കെ ചെയ്ത് പൊട്ടിപ്പൊളിഞ്ഞ് നാട്ടുകാരുടെ തല്ലുകൊണ്ട് വന്നിരിക്കുക. അതെ അതെ, പറ്റിയ സ്ഥലത്താ പോകുന്നത്. പുതിയ ബിസിനസ് തുടങ്ങാൻ പോവുക. 10 ലക്ഷം റുപ്യ ഞാൻ ഇറങ്ങാൻ തീരുമാനിച്ചു. എത്ര? 10 ലക്ഷം. അപ്പൊ നമ്മ ഇത് പോയിക്കോ അല്ലേ? അപ്പൊ ഞാൻ വിളിക്കാൻ. നിന്നോട് 10 ലക്ഷം നമ്മൾ എഴുതിക്ക് ആരാ പറഞ്ഞത്? മോശമായി പോയോ? പോയിക്കോ. ശരി ശരി. 10 എന്ന് പറയുന്നു, പക്ഷെ 10 ഒന്നും കിട്ടാൻ സാധ്യതയില്ല. ഒരു 5 രൂപ അത് കിട്ടുമോ? മൂപ്പരുടെ പോക്ക് കണ്ടറിയാം. പിന്നെന്താ, ഒരു പ്രാവശ്യം നശിച്ച ആളല്ലേ. അതെ, നശിപ്പിൽ തന്നെ വന്ന് പെടുള്ളൂ അവര്. ഞാനേ മറ്റേ ടീമിന്റെ അടുത്ത് സംസാരിച്ച്, അപ്പൊ ഈ പറഞ്ഞ മാതിരിക്ക് തന്നെ ഏകദേശം 10ന്റെ അടുക്കൊക്കെ തന്നെ വരും. 20. അല്ല സാറേ, അപ്പൊ നമ്മുടെ ഒരു ഇത് എങ്ങനെയാണ്? എന്തേ? അല്ല, അതിന്റെ കമ്മീഷൻ നമ്മൾ ആദ്യം ബിസിനസ് തുടങ്ങട്ടെ. ബിസിനസ് തുടങ്ങി ലാഭം വരുമ്പോ നമുക്ക് അതിനനുസരിച്ച് എന്ത് വേണമെങ്കിൽ ചെയ്യാം. അല്ല സാറാ, ആദ്യം പറഞ്ഞത് ഇങ്ങനെയല്ല. അതുകൊണ്ട് കാര്യം ചെയ്തു, ഇവിടെ വേറെ ജോലിയില്ലേ? ആദ്യം പോടാ ജോലി ചെയ്യൂ. ഇത് സൈഡ് ബിസിനസ് അല്ലേ? കുഴപ്പമില്ല. ശരി പോയിക്കോളൂ. എന്താ പാർട്ടി ആദ്യം ലാഭം. ഹലോ. സാറേ, ഇത് കോയാണ്. ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അതെ മന്മൻ സാറല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ ഡീലേ അതത്ര. ഫോൺ കട്ട് ചെയ്യേ. എന്തിനാ മന്മഥനെ വിളിച്ചത്?
അല്ല അത് സാറിന് താല്പര്യമില്ല പറഞ്ഞ് ആര് താല്പര്യമില്ലെന്ന് പറഞ്ഞു? സാറ് പറഞ്ഞില്ല ഇപ്പൊ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കിയാൽ മതി, അത് സൈഡ് ബിസിനസ് അല്ല വേണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. ഇല്ലേ? എന്നാ പിന്നെ കിട്ടുന്ന ലാഭം നമുക്ക് തുല്യമായിട്ട് അങ്ങ് വീതിച്ചെടുക്കാം, അത് പോരെ? സാറിന് മതി, അങ്ങനെ മതി. പിന്നെന്താ കുഴപ്പം? എനിക്ക് കുഴപ്പമൊന്നുമില്ല. പോയാ പേനെന്ന് തരും, രണ്ട് ഒപ്പിടട്ടെ. അല്ല സാറേ, ഇതിന് ട്യൂബില്ല. ഇതില് ട്യൂബില്ല, അതല്ലേ? എന്നാ സാറ് എഴുതിയിട്ടുണ്ട് തന്നാ മതി. പോയാ പേന ഞാൻ ഫയലിൽ കൊണ്ടുവരും. സോറി സാർ. കോയ, ഇതാണ് ഞാൻ പറഞ്ഞ ചീഞ്ഞ വാഴ കൃഷി. ഇരിക്കണം. നമസ്കാരം. സാർ അന്ന് വീട്ടിൽ നിന്ന് പോയതിനു ശേഷം ഒന്നും അറിഞ്ഞില്ല ഞങ്ങളുടെ നഷ്ടപരിഹാരത്തിന്റെ കാര്യം. നിങ്ങൾക്കത് കിട്ടില്ല സാർ അങ്ങനെ പറയരുത്, ഞങ്ങൾക്ക് വേറൊരു വഴിയില്ലാത്തത് കൊണ്ടാ. സാർ എങ്ങനെയെങ്കിലും ഇത് നടത്തി തരണം ഞങ്ങൾക്ക്. കോയ ഒന്നിങ്ങ് വരും. എന്താ സാറേ? ഇവരുടെ കൃഷി നശിച്ചു, വാഴ കൃഷി. ശരി. പറഞ്ഞ കാര്യങ്ങളും വ്യവസ്ഥയിൽ പറഞ്ഞ കാര്യങ്ങളും ഒന്നും ഇവര് ചെയ്തിട്ടില്ല. ശരി. ഇങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ എന്തിനാണ് സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത്? സാറേ, നമ്മുടെ കൃഷി നശിച്ചുകൊണ്ടാണ്. ഇപ്പൊ സാറിന് ഒരു 500 രൂപ തരാം. ഇപ്പൊ 500 രൂപ അച്ഛൻ തരാമെന്ന് പറഞ്ഞു. ഒരു 500 കൂട്ടിയിട്ട് നിങ്ങൾ 1000 രൂപ ഇങ്ങത്താ. അപ്പൊ ആ പൈസ കിട്ടാതെ സാറ് ഞങ്ങൾക്ക് ഒന്നും ചെയ്തു തരില്ല? ഒന്നും ചെയ്തു തരില്ല. സാറ് ചോദിക്കുന്നത് എന്താണെന്ന് സാറിന് ബോധ്യമുണ്ടോ? ഒരു സന്തോഷം, എന്റെ ഒരാവശ്യം. കൈക്കൂലിയാണിത്, കൈക്കൂലി. പച്ച മലയാളത്തിൽ പറഞ്ഞാല് കൃഷി ഓഫീസർ ആയിട്ടുള്ള സത്യശീലന് നിങ്ങൾ 1000 രൂപ കൈക്കൂലി തന്നാലേ ഞാൻ കാര്യം ചെയ്തു തരൂ. നിങ്ങളൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്, അത് മറക്കരുത്. അതെന്താ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് കൈക്കൂലി വാങ്ങിക്കാൻ പാടില്ല എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അപ്പോ ഈ തീരുമാനത്തിൽ മാറ്റമില്ല? ഒരു മാറ്റവും ഇല്ല. സാറിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, സാറ് ഇന്ത്യയും കൂടി ചേർത്തിട്ട് തന്നെയാണ് അപ്പൊ 1000 രൂപ പറഞ്ഞിട്ടില്ല, വേറെ ഒന്നും പറയാനില്ല. അപ്പൊ ഇനിയിപ്പോ ഞങ്ങൾ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. ഞങ്ങൾ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. അപ്പൊ ശരി, ഞങ്ങൾ ഒന്ന് ഇറങ്ങാണ്. ഒരു മിനിറ്റ് സാർ, ഒരു മിനിറ്റ്. സാറും പോവരുത്, ഒരു മിനിറ്റ്. ഇതൊന്ന് കേട്ടിട്ട് പോകാൻ പറ്റുമോ? എന്ത് കേൾക്കണം? എന്താ പാട്ട് വെക്കാനാ? പാട്ടാ, ഒന്ന് കേട്ടോളൂ. ഒന്നുമില്ല, ഇപ്പൊ നമ്മൾ സംസാരിച്ച കാര്യങ്ങളേ ഉള്ളൂ. അതെന്തിനാ നിങ്ങൾ റെക്കോർഡ് ചെയ്തത്? വെറുതെ ഒരു രസത്തിന്. സാറിന് പറ്റുന്ന കാര്യം ചെയ്തു, ഞാൻ എനിക്ക് പറ്റുന്ന പോലെ ചെയ്തു. സാറുമാര് വിജിലൻസിന്റെ അറിയിപ്പൊന്നും കേട്ടിട്ടില്ലല്ലോ? എന്താ അറിയിപ്പ്? കൈക്കൂലി ചോദിക്കുന്നതിന്റെ വോയിസ് പ്രൂഫ് ആയാലും മതി നിങ്ങളെ പോലെയുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കൊടുക്കാൻ. ഇത് തരാൻ പറ്റില്ല, തരാൻ പറ്റില്ല. സാർ എന്തിനാണ് ഇപ്പൊ ദേഷ്യപ്പെടുന്നത്? സാറേ, ഞാനൊരാവശ്യമായിട്ട് വന്നതാണ്. എന്താ ആവശ്യം? എൻ്റെ 1 ഏക്കർ സ്ഥലത്തെ വാഴകൃഷി നശിച്ചുപോയി. വാഴകൃഷി നശിച്ചതിന് ഒന്നും തരാൻ പറ്റില്ല, നിങ്ങൾ പോണം. അല്ല സാർ, അതിന് നഷ്ടപരിഹാരം കിട്ടാൻ. എന്തോ നഷ്ടപരിഹാരം? കൃഷി നശിച്ചാ നശിച്ചു, പോ. പറ്റിയ സിറ്റുവേഷൻ പോ. അല്ല സാറേ, എന്റെ അഡ്രസ് ഒന്ന് നോക്കണം. അഡ്രസ് ഇത് നോക്കൂ സാറേ, ഇത് എല്ലാം ഉണ്ടോ? കോയ അല്ലേ? സത്യശീലൻ. എന്താണ് ഇത്? ഇത് കൃഷി ഓഫീസാണ് സാറേ. എന്നാലും ഞങ്ങൾ വിജിലൻസ് ഓഫീസിൽ നിന്നാ. നാടല്ലടോ നിങ്ങക്ക് ഇങ്ങനെ പാവപ്പെട്ടവരെ ഒന്ന് കൈക്കൂലി മേടിക്കാൻ? ഈ കാശ് പാസ്സാക്കി കൊടുത്തണ്ട നിങ്ങളുടെ തറവാട്ടിൽ നിന്നും എടുത്തു കൊടുക്കുന്ന സർക്കാരിന്റെ ഓഫീസിൽ നിന്നല്ലേ? അതെ. പിന്നെ അതെ, ഞങ്ങൾക്ക് ഇവരോട് വിശദമായിട്ടൊന്ന് ചോദ്യം ചെയ്യാൻ. നിങ്ങളൊന്ന് പുറത്തിറങ്ങി. ഇരിക്കണം.
എന്താണ് ഒരു അബദ്ധം പറ്റിപ്പോയതാ സർ. ഒരബദ്ധം? കൈക്കൂലി ചോദിക്കാൻ ഒരു ഉളുപ്പില്ല. അങ്ങനെയല്ല. അങ്ങനെ വിട്ടാൻ പറ്റില്ല. സാർ അഡ്വാൻസ് റെഡിയാണ്. നമ്മുടെ ജൈവ പച്ചക്കൃഷിന്റെ ഇത് നമ്മള് തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറി തരുന്ന മൂപ്പര. അല്ല മൂപ്പര് കണ്ടിട്ടൊരു അണ്ണാച്ചി ലുക്കുണ്ടല്ലോ. ഇതെന്തെങ്കിലും എല്ലാവരും നാടകം കളിക്കുന്നത്? അഡ്വാൻസ് ആയിട്ട് വന്നാങ്ങായി. വിജേഷോ എന്താണ് പോയാ ഇങ്ങോട്ട് പോയി. ഇയാൾ ഇവിടെ ഇരിക്കും. വേണ്ട സാർ, ഞാൻ നിന്നോളാം. ഇരിക്കണോ? ഇരുന്നോളി. അഡ്വാൻസ് കൊണ്ടുവന്ന എന്തിന്റെ അഡ്വാൻസ്? ജൈവ പച്ചക്കൃഷി ഉണ്ടാക്കാൻ ആര്? ഞങ്ങൾ രണ്ടാളും കൂടിയാണ്. ഇയാള് പച്ചക്കറി കൃഷി നടത്തുന്നുണ്ടാ? ഇല്ല സാർ, ചെറുതായിട്ട്. അതിന് ആർക്കാ അഡ്വാൻസ്? സാറിന് 10 ഞാൻ കൊടുക്കണ്ടേ, 5 ഇപ്പൊ അഡ്വാൻസ് ആയിട്ട് കൊണ്ടുവന്നാണ്. അതെ. ഇതിപ്പോ തമിഴ്നാട്ടിൽ നിന്ന് ഇറക്കണല്ലോ സാധനം. തമിഴ്നാട്ടിൽ നിന്ന്? തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറി ഇങ്ങോട്ട് ഇറക്കുകയാണല്ലോ. എന്നിട്ട് അത് ഇവിടുത്തെ നല്ല ജൈവ പച്ചക്കൃഷിയിൽ കുട്ടി കുഴച്ചിട്ട് രണ്ടും കൂടി ഒരുമിച്ച് വിൽക്കുക. അങ്ങനെയാ പ്ലാന്. ഓ അപ്പൊ തമിഴ്നാട്ടിലെ പച്ചക്കറി ഇവിടുത്തെ ജൈവ പച്ചക്കറി. ഓക്കെ. അപ്പൊ എങ്ങനെയാ ഡീല്? എന്ത് സാർ? ഈ കച്ചവടത്തില് നിങ്ങൾക്കെത്ര ഞങ്ങൾക്കെത്ര? സാറേ സാറ് കാര്യമായിട്ടാ പറഞ്ഞു? ആടോ സംസാരിക്കേ. ഞാൻ ആകെ വേർത്തിരിക്കരുത് സാർ. ഹലോ, ഈക്വൽ ഷെയർ അല്ലേ? ഇതിൽ പങ്കാളികളായിട്ടുള്ള എല്ലാ ആളുകളും ഈക്വൽ ആയിട്ട് ഷെയർ ഇടാന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഓക്കെ. അതിലൊരു ഷെയർ സാറിനും വെക്കും. ഡബിൾ ഓക്കെ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇനിയിപ്പോ ഈ തെളിവെന്തിനാ? സാറേ റെക്കോർഡിങ് കളഞ്ഞാ നന്നായി. ആശ്വാസമായി. പിന്നെ ശ്യാമള, 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 ഇപ്പൊ ഇവിടെ നമ്മളെല്ലാം പരിശോധിച്ച് നോക്കിയപ്പോ ക്ലിയർ ആണ്. കാരണം അത് അവരങ്ങനെ ചെയ്യൂ. പക്ഷെ നമുക്കിത് മാത്രം മതി. താങ്ക് യു സർ. ഈ ഒരൊറ്റ തെളിവിൽ നമ്മൾ ഇവരെ കൊടുക്കും. അതൊന്ന് കേൾപ്പിച്ച് നോക്കട്ടെ. കേൾപ്പിക്കും. സാറില്ല സാർ. ചെയ്ത് കൂട്ടുമ്പോ ആലോചിക്കണോ? ഓക്കെ. ഇതല്ല സാർ, ഇതില് കാണണില്ല. ഇവർ സംസാരിച്ചത് റെക്കോർഡ് ചെയ്തില്ലേ? അത് വെക്കൂ. കരയരുത് സാർ. സാർ കരയരുത്. കാണില്ല. എന്താ കുട്ടി, 100 തിരക്കിടക്കല്ലേ നമ്മളിവിടെ വന്നിരിക്കുന്നത്? നിങ്ങൾ റെക്കോർഡ് ചെയ്തെന്ന് പറഞ്ഞിട്ട് അവിടെ ഇതിലുണ്ടായിരുന്നതാ സാർ. മാഞ്ഞുപോയോ? തെളിവില്ലാതെ എങ്ങനെ ഇവർക്കെതിരെ നടപടിയെടുക്കും? സാറിന്റെ കയ്യിൽ തരുന്നത് വരെ ഇതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ഞാനാണ് കുറ്റക്കാരൻ? ഞാൻ ഒരു കാര്യം പറയല്ലോ, നിങ്ങളുടെ വ്യക്തിപേരാക്കി തീർക്കാനുള്ള സ്ഥലമല്ല അത്. ഒരു നല്ല സത്യസന്ധനായ ഓഫീസറെ വെറുതെ തെളിവുകളില്ലാതെ കൊടുക്കാൻ ശ്രമിക്കാം. മനഃപൂർവ്വം കരിവാരി തേക്കായിരുന്നു സാർ ആണ് ഞങ്ങൾ പറഞ്ഞത്. കൃത്യമായ എവിഡൻസ് ഇല്ലാതെ ഞങ്ങളെ പോലുള്ളവരെ വിളിച്ചടക്കരുത്. ഇതിലുണ്ടായിരുന്ന എന്താ ഒന്നും പറയല്ലേ? സോറി സാർ. സമയം എടുക്കരുതാപ്പൂ. അയ്യോ അയ്യോ സാറേ കരയല്ലേ. അയ്യോ സാറേ കരയല്ലേ. അയ്യോ സാറേ കരയല്ലേ. മറിമായത്തിനെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതുവരെ, അതായത് 15 വർഷമായി നമ്മുടെ മറിമായം ഇങ്ങനെ സക്സസ്ഫുള്ളായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും നാളത്തെ നമ്മുടെ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി തന്നെ മനോരമ മാക്സിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്.